അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഭാഗ്യം തന്ന സർവേശ്വരനായ പടച്ച തമ്പുരാന് സർവ്വസ്തുതികളും അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രധാനിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറിന്റെ വാതായനങ്ങൾ അല്ലാഹ് തുറന്നു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ, അതാണ് നമ്മുടെ ആശയം. നമുക്ക് ആർക്കും സമയമില്ല, വലിയ തിരക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരിക, പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ഈ ചാനലിന്റെ ഉദ്ദേശം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു പരിശുദ്ധമായ ഖുർആന്റെ ഒരു അത്ഭുത സൂറത്തിനെ പറ്റിയാണ്. ഒരുപാട് നേട്ടങ്ങളുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മേൽ ഇറങ്ങിക്കൊടുത്ത ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഒരായത്തിന് മറ്റായത്തുകളെക്കാൾ, ഒരു സൂറത്തിന് മറ്റു സൂറത്തുകളെക്കാൾ വലിയ മഹത്വമുണ്ട്. ഒന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഓരോ അക്ഷരത്തിന് പോലും വലിയ പ്രതിഫലമാണ് പരിശുദ്ധമായ ഖുർആനെ നമ്മൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നമ്മൾ പാഴാവൂല. ഇത് നിബിധങ്ങൾ പറഞ്ഞതാണ്. മുത്തനിബിധങ്ങൾ വഫാത്തിന്റെ സമയത്ത് മുത്തനിബിധങ്ങൾ അവസാന വസിയത്തിൽ സ്വഹാബത്തിന് പറഞ്ഞത്, എന്റെ ഖുർആനും എന്റെ സുന്നത്തിന് ഞാൻ ഇവിടെ ഉപേക്ഷിച്ച് പോവാണ്. നിങ്ങൾ ആരതിനെ മുറുകെ പിടിച്ചാലും നിങ്ങൾക്ക് വിജയിക്കാമെന്ന് തമാശയ്ക്ക് പോലും അധരവയം ചെയ്യാത്ത നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന കുറെ നേട്ടങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് ഏതാണ് സൂറത്ത് എന്ന് പറഞ്ഞുതരാം. നമ്മൾ ഏതൊരു കാര്യവും അത് ചെയ്താൽ എന്ത് നേട്ടം, ഇത് ചെയ്താൽ എന്ത് നേട്ടം, നമുക്കെന്താ നേട്ടം എന്ന് ചിന്തിക്കുന്നവരെ നമ്മൾ ദുനിയവിയാകട്ടെ ഉഖ്റവിയാകട്ടെ, നമുക്കെന്ത് നേട്ടമുണ്ടോ അവിടെ നമ്മൾ ഉണ്ടാവും. നമുക്കൊരു നേട്ടവും ഇല്ലേ, നമ്മൾ ആരും ഒന്നും ചെയ്യൂല. അതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു നമുക്ക് ആഖിബത്ത് നന്നാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൂടെ ഒരുപാട് മഹത്വം നമുക്ക് കാണാം. പ്രധാനപ്പെട്ട ഒരു മഹത്വം, ഒന്നാമത്തെ മഹത്വം, സുബഹി നമസ്കാരം കഴിഞ്ഞ് 40 വട്ടം, സുബഹി നമസ്കാരം കഴിഞ്ഞ് ചെറിയൊരു സൂറത്താണ്, 40 വട്ടം ഒരാൾ ഇത് ഓതുവാണ്. ഒരു സുബഹി നമസ്കാരം കഴിഞ്ഞ് അവന്റെ ഏത് ആഗ്രഹവും അള്ളാഹ് നിറവേറ്റി തരും. കടം കൊണ്ട് വലയുന്നുണ്ടോ, മക്കളുടെ വിദ്യാഭ്യാസത്തിനാണോ, മക്കളുടെ ദുസ്വഭാവമാണോ, ഭർത്താവിന്റെ ദുസ്വഭാവമാണോ, പ്രശ്നങ്ങളാണോ, പ്രതിസന്ധികളാണോ, വീട് വെക്കാൻ പറ്റുന്നില്ലേ, വീട് വാങ്ങാൻ പറ്റുന്നില്ലേ, ഏതാഗ്രഹവും ദുനിയവിയായ ഉഖറവിയായ ഏതാഗ്രഹവും സുബഹി നമസ്കാരം കഴിഞ്ഞാൽ 40 വട്ടം ഇത് പതിവാക്കണം. അപ്പൊ ഒരു ദിവസം ഓതിയിട്ട് പിറ്റേന്ന് എനിക്ക് അതായില്ലല്ലോ ഇതായില്ലോ ചോദിക്കരുത്. നമ്മുടെ ഈമാന്റെ കുറവ് കൊണ്ടാ നമ്മളെ പതിവാക്കുക. സുബഹി കഴിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങളുടെ വലിപ്പം അനുസരിച്ച് ഇൻഷാ അല്ലാഹ് പതിവാക്കിക്കൊള്ളി. ഉറപ്പാണ്, മഹാരഥന്മാർ പറഞ്ഞു, ഉറപ്പാണ്, ഏതാഗ്രഹവും അത് നടത്തി തരും. അത് മാത്രമല്ല, ഏതെങ്കിലും വസ്തു കളഞ്ഞു പോയാൽ ഈ സൂറത്തിനെ നിങ്ങൾ ഓതാൻ വേണ്ടി നീയത്താക്കുക. നേർച്ചയല്ല, നീയത്താക്കുക. കുറച്ച് ഞാൻ ഓതിയേക്കാം, എന്നിട്ട് ഓതി തുടങ്ങുക. ഉറപ്പാണ് നിങ്ങൾക്ക് സാധനം തിരിച്ചു കിട്ടിയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു നേട്ടമാണ് കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ, കുടുംബത്തിൽ പട്ടിണി ഉണ്ടാകാതിരിക്കാൻ, കുടുംബത്തിന്റെ സമ്പത്തിൽ വരുമാനത്തിൽ ബറക്കത്ത് ലഭിക്കാൻ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കണം. അതുപോലെ മറ്റൊന്നാണ് ശരീരം വേദനയ്ക്ക്. നമുക്ക് ശരീരം വേദന ഉണ്ടാവും. നമ്മളൊരു ദിവസത്തിൽ ഒരു തവണ ഓതിയിട്ട് കയ്യിലേക്കൊന്ന് ഓതിയിട്ട് ശരീരം മുഴുവനൊന്ന് തടകിയാൽ അവൻ അന്നത്തെ ദിവസം ശാരീരിക വേദനകൾ അവൻ ഉണ്ടാകൂല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് ഒരിക്കലും സിഹിറേക്കൂല. അത് മാത്രമല്ല, നമുക്ക് അധികാരികളിൽ നിന്ന് നമ്മുടെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുണ്ട് എങ്കിൽ ഈ സൂറത്തിനെ പതിവാക്കിയാൽ പേപ്പർ കിട്ടാനുണ്ട്, പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ കിട്ടാനുണ്ട്, വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കഫീലിൽ നിന്ന് അത് കിട്ടാനുണ്ട്, നമ്മുടെ മാനേജറിൽ നിന്ന് അങ്ങനെ കിട്ടാൻ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് മുകളിലുള്ള അധികാരികളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ, കേസ് നമുക്ക് അനുകൂലമാകാനുണ്ടെങ്കിൽ, നമ്മൾ നിരപരാധിയാണെങ്കിൽ ഈ സൂറത്ത് പതിവാക്കിയാൽ ഉറപ്പായും അവനത് ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇത് പതിവാക്കുന്നവർക്ക് സിഹർ ഏക്കൂല, കണ്ണേർ ഏക്കൂല, വിളിദോഷങ്ങൾ ഏക്കൂല. അതും മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം, ഇത് പതിവാക്കുന്നവരുടെ മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളും, എന്ത് വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്തോ മനസ്സിനൊരു സങ്കടം ഇല്ലേ, ഈ സൂറത്ത് പതിവാക്കിക്കോ. മനസ്സിന്റെ
മനസ്സിന്റെ സങ്കടങ്ങൾ അള്ളാഹു മാറ്റി തരുന്നതാണ്. മാനസിക സമ്മർദ്ദം അത് വലിയ പ്രശ്നമാണ്. മൈൻഡ് ഡിപ്രഷൻ അത് വലിയ പ്രശ്നമാണ്. ഈ സൂറത്ത് അത് വലിയൊരു പിടിവള്ളിയാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഈ സൂറത്തിന് പ്രത്യേകതരമായ ഒരു അമലുണ്ട്. എന്തെന്നറിയോ? ഞാൻ ഈ പറയുന്നത് പോലെ സൂറത്ത് ഓതിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നടക്കും. എങ്ങനെയാണെന്നറിയോ? സുബഹിക്കും സുന്നത്തിനും ഫർളിനും ഇടയിൽ, സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിനും ഫർളിനും ഇടയിൽ 2 വട്ടം ഇത് ഓതണം. 2 വട്ടം ഓതണം. ഇങ്ങനെയാണ്. സുബഹി നമസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചാൽ സുന്നത്ത് നിസ്കാരമുണ്ട്, ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ്. അപ്പം സുന്നത്തിനും ഫർളിനും ഇടയിലായി ഒരു മനുഷ്യൻ 2 തവണ ഓതുകയാണ്. അതിങ്ങനെ ഓതിയിട്ട് പരിശുദ്ധമായ മുസമ്മിൽ സൂറത്തുൽ മുസമ്മിൽ, ഈ സൂറത്തുൽ മുസമ്മിലിന്റെ 9ാമത്തെ ആയത്തെത്തുമ്പോൾ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുണ്ട്. സൂറത്തുൽ മുസമ്മിലിന്റെ 9ാമത്തെ ആയത്തെത്തുമ്പോൾ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നൊരു വാക്ക് കാണാം. അത് നമ്മൾ എന്ത് ചെയ്യുക? 25 വട്ടം പാരായണം ചെയ്യണം, ആവർത്തിച്ച് ഓതണം. എന്നിട്ട് സൂറത്ത് ഓതി പൂർത്തിയാക്കണം. വീണ്ടും ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ആ സൂറത്ത് ഓതണം. എന്നിട്ട് 9ാമത്തെ ആയത്തെത്തുമ്പോൾ ഹസ്ബുനല്ലാഹു വ നിഅമൽ എത്തുമ്പോൾ അവിടെ 25 വട്ടം പാരായണം ചെയ്യണം. വീണ്ടും ഓതി പൂർത്തി. ഇങ്ങനെ 2 തവണ ഒരു ദിവസം നമ്മൾ ഓതുകയാണ്. അങ്ങനെ ഓതി ഒരു 7 ദിവസമോ 11 ദിവസമോ നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസവും അനുസരിച്ച് നമ്മൾ ഓതിയാൽ എഴുതി വെച്ചോ ഉറപ്പിച്ചോ സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഈ രീതിയിൽ പതിവാക്കിയാൽ നിങ്ങളുടെ മല പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ ഈ ഒരൊറ്റ ചെറിയ സൂറത്ത് കൊണ്ട് നിങ്ങൾക്ക് കഴിയുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ്. ഉറപ്പാണ്, മുജറബാണെന്ന് മഹാന്മാർ പറഞ്ഞ ഒരുപാട് അനുഭവസ്ഥർ ഇത് ചെയ്യുകയും അവർക്ക് ബലം കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ അത് കേൾക്കുന്നുണ്ടാകും ഇവർ. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അതൊരു വലിയ നേട്ടമാണ്. ഖുർആനിലൂടെ നമുക്ക് ഒരുപാട് നേടിയെടുക്കാനുണ്ടെന്നേ അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ സൂറത്തുൽ മുസമ്മിൽ നിബിതങ്ങൾക്ക് വിഷമം ഉണ്ടായപ്പോൾ, നിബിതങ്ങൾ സങ്കടപ്പെട്ടു നിന്നപ്പോൾ അള്ളാഹു സമാധാനത്തിന്റെ കുളിരല വിധാനിച്ച സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈലി ഇല്ലാ ഖലീല. നബിയെ എഴുന്നേക്ക് നബിയെ, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. നിബിതങ്ങൾക്ക് വേദനയായപ്പോൾ, സങ്കടമായപ്പോൾ നിബിതങ്ങൾക്ക് സമാശ്വാസമായി അള്ളാഹു അറിയിച്ചു കൊടുത്ത അത്ഭുതത്തിന്റെ ആയത്തുകൾ ഇതിൽ കാണാം. ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് എല്ലാ വിഷമങ്ങളും മാറുമെന്നാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ ഓതി ഓതി മരിക്കുന്ന ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് പതിവാക്കുക. അതുമാത്രമല്ല, ഈ സൂറത്ത് നിത്യമാക്കുന്നവർക്ക് മുത്തനബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യമുണ്ടാകുമെന്നാണ്, ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഉറപ്പിച്ച് കിടക്കണം. അതൊരു ഡിമാൻഡായി മുൻഗാമികൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കിടക്കുമ്പോൾ ഭർത്താവ് ഭാര്യ ഒളു മുറിയുമല്ലോ, അതുപോലും പാടില്ല എന്നാണ്. ആ ഒളുവോടുകൂടി തന്നെ ഉറങ്ങുക. എങ്കിൽ നിബിതങ്ങളെ സ്വപ്നത്തിൽ കാണാമെന്ന് മഹത്വങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. അത് സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അറിവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ നിങ്ങളിലേക്ക് ഇസ്ലാമിക ചരിത്രങ്ങൾ, സംഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നൊരു പുതിയ ചാനൽ കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഉച്ചയ്ക്ക് 12 മണിക്ക് കഥകൾ, ചരിത്രങ്ങൾ, സംഭവങ്ങളൊക്കെ അതിലൂടെ കേട്ട് പഠിക്കാൻ കഴിയും. ഒരുപാട് വലിയ സമയമെടുത്ത് വളരെ ഇതുപോലെ ചുരുങ്ങിയ സമയത്തിൽ ഇസ്ലാമിക ചരിത്രങ്ങൾ, സംഭവങ്ങൾ, കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ചരിത്രങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കുറഞ്ഞ സമയം ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ്. ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നാണ് ചാനലിന്റെ പേര്. അതോടൊപ്പം തന്നെ രാത്രി 9 മണിക്ക് സുഹാബുൽ ബദറിന്റെ പേരിൽ നടത്തപ്പെടുന്ന ബദറിൻ തീരം എന്നൊരു മജ്ലിസ് ഉണ്ട്. അതും നിങ്ങൾ ഭാഗവാക്കാവുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയ ഒരറിവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. ഒരുപാട് സങ്കടങ്ങളും നൊമ്പരങ്ങളും അറിയിക്കുന്നുണ്ട്. കമന്റുകൾക്കൊക്കെ മറുപടിയും തരുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കാണുന്നുണ്ട്, നിങ്ങളൊക്കെ ദ്വാരക്കണം. ഒരുപാട് സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ പറയുന്നവരുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും വ്യതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അള്ളാഹ് മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിച്ചത് സൂറത്തുൽ മുസമ്മിലാണ്. ഈ സൂറത്തുൽ മുസമ്മിൽ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശകരായി വരുന്ന ഒരു സൂറത്ത് കൂടിയാണ് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ, ചരിത്രങ്ങളിൽ കാണാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണോ ഈ സൂറത്തിന് മഹത്വം അല്ലാഹു കൊടുത്തത്, ആ മഹത്വം വാങ്ങിച്ചെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു വലിയ തൗഫീഖ് നസീബാക്കിയത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദ്വാരക്കണം. പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.